ആന്റി, പാച്ചുവിന് ഇത്ര വിഷമിച്ചിരിക്കുന്നുണ്ടോ? പാച്ചുവിന് വിഷമോ? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഡിപ്രഷൻ ആണോ ആന്റി? ഡിപ്രഷനോ? ആർക്ക്? അവനോ? ഞാൻ ചോദിച്ചപ്പോ അവൻ അങ്ങനെ പറഞ്ഞേ. അല്ല ആന്റി, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഈ ഡിപ്രഷൻ ഉള്ളവര് ഡോക്ടറിനെ ഒക്കെ കാണാൻ പോണോന്ന്. അത് ഡിപ്രഷൻ ഉള്ളവരല്ലേ? ഇവനിതെന്ന് തോന്നുന്നു. വാ നമുക്ക് നോക്കാം. വാ പാച്ചുവേ, പാച്ചുക്കുട്ട, എന്തു വെച്ചി? എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? തന്മയ ചേച്ചി പറഞ്ഞല്ലോ നീ ഭയങ്കര ഡിപ്രഷനിലാണെന്ന്. എഴുന്നേറ്റ് എന്നാ വെച്ചു പറഞ്ഞേ. അയ്യോ, എന്താ മിണ്ടാത്തെ? എന്താ നീ വിഷമിച്ചിരിക്കുന്ന കാര്യം? എന്താ? മൊബൈൽ കാണാമല്ലേ, അപ്പൊ ഡിപ്രസ്ഡ് ആയിരിക്കുവോ? മൊബൈൽ പറഞ്ഞാൽ നീ ഡിപ്രഷനിലാണോ? ഇതിപ്പോ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ സകലമാന മനുഷ്യന് പറഞ്ഞൊരു വേർഡാണ് ഡിപ്രഷൻ. ആക്ച്വലി പിള്ളേർ, നിങ്ങൾക്ക് ഈ ഡിപ്രഷൻ എന്താണെന്ന് അറിയാവോ? വിഷമം വേറെ, ഡിപ്രഷൻ വേറെ, രണ്ടും രണ്ടാണ് കേട്ടോ. ഡിഫറൻസോ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വിഷമം എന്ന് പറയുന്നത് സാഡ്നെസ് എന്ന് പറയും. അതൊരു പെർമനന്റ് അല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ്. ഇപ്പം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ പിണങ്ങി, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിഷമം വരത്തില്ല, ഒരു മനപ്രയാസം ഉണ്ടാകത്തില്ലേ? അതാണ് സാഡ്നെസ്. അതൊരു ടെമ്പററി ആണ്, അത് പെട്ടെന്ന് അങ്ങ് മാറും. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ സാഡ്നെസ് എന്ന് പറയുന്നത് കേട്ടോ. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അതിന് മോളുടെ ടീച്ചർ പറഞ്ഞില്ലായിരുന്നു ട്രീറ്റ്മെന്റ് വേണമെന്ന്. വളരെ ശരിയാണ്. ഡിപ്രഷൻ മാറണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അതിന്റെ സിംറ്റംസ് എന്തുവാ? ഡിപ്രഷന്റെ സിംറ്റംസ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കുറെ സിംറ്റംസ് ഉണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സ്ഥായിയായിട്ടുള്ള വിഷാദഭാവം. അതായത് എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് ഭയങ്കര ക്ഷീണിച്ച് എവിടെയെങ്കിലും ഇങ്ങനെ ആങ്ങി തൂങ്ങി അങ്ങിരിക്കും. അതാണ് ആദ്യത്തെ സിംറ്റം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ ദേഷ്യം. എല്ലാ നിസ്സാര കാര്യം മതി അവർ ദേഷ്യപ്പെടാനായിട്ട്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ അവര് എന്താ പറയാ, അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് പലതും നേരത്തെ ഉണ്ടായിരിക്കാം. ഇപ്പം നൃത്തം ചെയ്യുന്നവര്, അല്ലെങ്കിൽ പാട്ട് പാടുന്നവര്, അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നവര്, അങ്ങനത്തെ ഹോബീസൊക്കെ, ഇഷ്ടപ്പെട്ടിരുന്ന ഹോബീസൊക്കെ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരും. ഒന്നിനോടും ഒരു താല്പര്യം കാണത്തില്ല അവർക്കത്. പിന്നെ നാലാമത്തേന്ന് പറഞ്ഞാൽ അവർക്ക് ഉറക്കം, അതായത് നല്ല ഉറക്കം കിട്ടത്തില്ല അവർക്ക്. അവരെപ്പോഴൊരു ചിലരൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു മയങ്ങിയിരിക്കും. അത് അല്ലെങ്കിൽ ചിലർക്ക് ഉറക്കമേ കാണത്തില്ല. രാത്രിയിൽ അവർക്ക് ഒട്ടും ഉറക്കം കാണത്തില്ല. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അവരെ ഹോണ്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെയാണ് വിശപ്പ്. ചിലർ ഈ ഒരു ഇമോഷണൽ ഫീലിംഗ് മാറാനായിട്ട് നല്ലതായിട്ട് ഭക്ഷണം കഴിക്കും. ചിലർക്കാണെങ്കിൽ ഒട്ടും വിശപ്പ് കാണത്തില്ല, ഒട്ടും കാണത്തില്ല. പിന്നെ അതുപോലത്തെ അടുത്തൊരു സിംറ്റമാണ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. അതായത് ഒന്നിലും ഒരു ശ്രദ്ധ കാണത്തില്ല അവർക്കാണെങ്കിൽ എന്താ പറയുക, ഇപ്പൊ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയിൽ ഒരു ശ്രദ്ധ കാണത്തില്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധ കാണത്തില്ല, ഹോംവർക്ക് ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അടുത്തൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണം, ആരും അടുത്ത് വരരുത്, ഭയങ്കര ദേഷ്യമാവും അവർക്ക് നമ്മളിപ്പോൾ പോട്ടെ എന്തിനാ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതൊക്കെ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ വേറൊരു സിംറ്റമാണ് എന്താണ്, അവർക്ക് ഒരു സമൂഹത്തിലുള്ള ഒന്നിനോടും ഒരു ബന്ധം കാണത്തില്ല. ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഈ റൂമിലൊക്കെ കയറി ഇങ്ങനെ ആങ്ങി തൂങ്ങിയിരിക്കുന്നത്, ആരുമായിട്ടും ഒന്നിനോടും ഒരു ബന്ധവും കാണാത്തൊരവസ്ഥയാണ് അവർക്കുണ്ടാകുന്നത്. പിന്നെ അടുത്തൊരു സിംറ്റമാണ് അവർക്കൊരു പ്രതീക്ഷയില്ല. അതായത് ഒരു ലാക്ക് ഓഫ് ഹോപ്പ്ലെസ്നെസ്, അതായത് അവർക്ക് ഒരു ഹോപ്പ്ലെസ് ലൈഫായിരിക്കും. അവർക്ക് ഒന്നിനെക്കുറിച്ച് ഒരു ഹോപ്പ് കാണത്തില്ല. മനസ്സിലായോ? വേറെ ഒരു സിംറ്റമാണ് അവർക്ക് എന്താണ്, മരിക്കണം എന്നുള്ളൊരു ചിന്ത. അവർക്കാണെങ്കിൽ കൂടുതലും സൂയിസൈഡൽ ടെൻഡൻസി നല്ലതായിട്ടുണ്ടാകും. മനസ്സിലായോ? പിന്നെ ഇതൊക്കെയാണ് കോമൺലി കാണുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു 1-2 ആഴ്ച, 2 ആഴ്ചയിൽ കൂടുതലൊക്കെ ഇത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഡോക്ടറെ കാണുന്നത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അല്ല, ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് എന്താ ഡിപ്രഷൻ എന്നുള്ളത്? അപ്പം ഇനിയും പാച്ചുക്കുട്ടിന്റെ ഡിപ്രഷൻ പക്ഷെ അമ്മ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. മൊബൈല് കളിച്ചെന്റെ മോൻ ഡിപ്രഷൻ മാറ്റണ്ട കേട്ടോ. പാച്ചുവിന്റെ ഡിപ്രഷൻ മാറി. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഡിപ്രഷൻ എന്താ, സാഡ്നെസ് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ചാനലിന്റെ പേര് ഡോക്ടർ മഞ്ജു പത്മകുമാർ. താങ്ക് യു.